Hello friends, welcome to Everything Happiness channel. I am Captain Grandmaster ഷാജി മാത്യു. നമസ്കാരം. ഇപ്പോൾ നമ്മൾ മീഡിയ കൂടിയൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ട്രേഡ് വാറിനെ പറ്റിയാണ്, വ്യാപാര യുദ്ധം. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് മോഡി ഇവർ തമ്മിൽ ഒരുപാട് സൗഹൃദത്തിലും സ്നേഹത്തിലുമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ട്രംപിൻ്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ പോളിസി അനുസരിച്ച് നമുക്ക് ഇന്ത്യക്കും അമേരിക്കയ്ക്കും കൂടെ ഇപ്പോൾ വ്യാപാര യുദ്ധത്തിൽ നേർക്കുനേർ പോരാടുകയാണ്. ഒരുമിച്ച് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഈ വാറിൽ നമ്മളെല്ലാവരും ആകാംക്ഷഭരിതരായി ഇപ്പോൾ ചിന്തിക്കുന്നത് ആര് ജയിക്കും? ഇന്ത്യ ജയിക്കുമോ, അമേരിക്ക ജയിക്കുമോ, അതോ ട്രംപ് ജയിക്കുമോ, നമ്മുടെ മോഡിജി ജയിക്കുമോ എന്നുള്ളതാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയിൽ ഒരു മേജറായിട്ടുള്ള ആളാണ് യു എസിലേക്കുള്ള കയറ്റുമതി ഏകദേശം $86.5 ബില്യൺ. അമേരിക്കൻ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 45.3 ബില്യൺ. അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. മറ്റുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ ഇത്രയധികം കയറ്റുമതി നമ്മൾക്കില്ല. നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു ബിസിനസ് പങ്കാളിയാണ് അമേരിക്ക. പക്ഷേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടുണ്ടായിരുന്ന ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമൊക്കെ കുറച്ച് കുറഞ്ഞു. അതുതന്നെയല്ല, അമേരിക്ക ഇനി ട്രംപ് പ്രസിഡന്റ് ആകാനൊന്നും പോകുന്നില്ല. രണ്ടാമത്തെ ടേംസാണ്, ഓൾറെഡി 78 വയസ്സായി. ട്രംപിന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പറഞ്ഞ് അമേരിക്ക മാത്രം മതി, ഏറ്റവും വലിയ റിച്ച് ആവണം, ലോക പോലീസ് വീണ്ടും ആകണം എന്നുള്ളതാണ്. പക്ഷേ ആ പഴയ കാലാവസ്ഥയും കാലസ്ഥിതിയൊക്കെ ഇപ്പോൾ മാറി. ഇന്ത്യ ഇപ്പോൾ മൂന്നാമത്തെ ലോകോത്തര എക്കണോമിക് ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് സാധാരണ കയറ്റുമതി എന്ന് പറയുന്നത് ധാരാളമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളും ആഭരണ ഉൽപ്പന്നങ്ങൾ, വജ്രം മുതലായ പോളിഷ്ഡ് വജ്രം മുതലായിട്ടുള്ള ആഭരണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമാണ് നല്ലൊരു ശതമാനം. ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടിയോളം ജനങ്ങളുള്ള ഒരു വലിയ വ്യാവസായികമായിട്ട് പുരോഗമിക്കാത്ത കാർഷിക രാജ്യമാണ്. അതേസമയത്ത് അമേരിക്ക 33.3 കോടി ജനങ്ങളുള്ള ഒരു വ്യാവസായിക രാഷ്ട്രമാണ്. അവിടെ കർഷകർ എന്ന് പറയുന്നത് ആകെ 2% ആൾക്കാരാണ്. 2% കോർപ്പറേറ്റ് കർഷകരാണ്. അവർ അത്യാധുനിക കൃഷി ഉപകരണങ്ങളും ജനിതകമായി മാറ്റം വരുത്തിയ വിത്തുകളൊക്കെ ഉപയോഗിച്ച് കോർപ്പറേറ്റ് ബിസിനസ് നടത്തുന്ന കർഷകരാണ് അമേരിക്കയിലുള്ളത്. അതേസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിൽ 45% കാർഷിക മേഖലയാണ് നമ്മളുടെ ജീവനോപാധി. അത് പാവം പിടിച്ച കർഷകരാണ്. ഈ 45% കർഷകരുടെ കാര്യങ്ങൾ നോക്കാതെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അമേരിക്കൻ താല്പര്യത്തിന് വഴങ്ങി കൊടുക്കുവാൻ സാധിക്കില്ല. അങ്ങനെ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ തന്നെ ചിലപ്പം ഒരു പതനത്തിന് കാരണമാണ്. നമുക്കറിയാം, 800 ദിവസം നീണ്ടു നിന്ന കാർഷിക സമരം ഗവൺമെന്റിനെ പിടിച്ചുകുലുക്കി ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിയമങ്ങളൊക്കെ നിർമ്മിച്ചാണ് അതൊന്ന് നിർത്തിവെച്ചിരിക്കുന്നത്. വീണ്ടും ഇങ്ങനെ ഒരു കാർഷിക സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് താങ്ങാൻ പറ്റുകയില്ല. കാരണം പാവങ്ങളായി 40% കർഷകരുടെ കാര്യം നോക്കാതെ അമേരിക്കയുടെ ഫ്രണ്ട്ഷിപ്പും അമേരിക്കയുടെ ഇഷ്ടത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ ദാരിദ്ര്യം, നമ്മുടെ കർഷകർ ദരിദ്രരാകും, നമ്മുടെ എക്കോണമിനെ അത് ബാധിക്കും, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഇത് ട്രംപ് മനസ്സിലാക്കുന്നില്ല. ട്രംപ് പറയുന്ന മാതിരി കാര്യങ്ങൾ നടക്കണം. ട്രംപിന് ഇന്ത്യൻ വിപണി, ട്രംപിന് നന്നായിട്ട് അറിയാം ഇന്ത്യ അതിഭയങ്കരമായ ഏറ്റവും വലിയ ഒരു വിപണിയാണെന്നുള്ളത്. കാരണം ഈ 140 കോടി ജനങ്ങൾ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിലെ ഈ വിപണി മൂല്യം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപ് പറയുന്നത് ട്രംപിൻ്റെ അതായത് ഈ പാൽ ഉൽപ്പന്നങ്ങളും അതേപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ വലിയ വിപണിയിൽ ഡംപ് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളും മിൽക്ക് പ്രോഡക്റ്റുകളും നമ്മളുടെ എല്ലാവിധ കാർഷിക പ്രോഡക്റ്റുകളും ഇതും തകരാറില്ല. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, എന്ത് വില കൊടുത്താലും എന്ന് ധൈര്യപൂർവ്വം സ്റ്റേണായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഓൾറെഡി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബിസിനസ് പാർട്ണർ, ഒരു ട്രേഡ് പാർട്ണർ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വിപണി കണ്ടെത്തും. അതിൻ്റെ കുറേ ദൂഷിത ഫലങ്ങൾ നമുക്ക് ഇന്ത്യക്കാർക്കുണ്ടാവും. അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും? നമുക്ക് വില കുറച്ച് കിട്ടുന്നു, നമ്മൾ എണ്ണ വാങ്ങുന്നു, അമേരിക്കയിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഈ അമേരിക്ക ഇങ്ങനെ പറയുന്ന അമേരിക്ക തന്നെ യുറേനിയം പോലുള്ള മറ്റുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യനെ കഴിഞ്ഞും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. അവർക്ക് കുഴപ്പമില്ല. ചൈന ട്രംപിൻ്റെ വിരട്ടിലൊന്നും വീണില്ല. ചൈന വലിയൊരു എക്കോണമിയാണ്, നമ്പർ 2 എക്കോണമിയാണ്. അവർ പറഞ്ഞു വേറെ ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രംപ് ആയി. ഇന്ത്യനെ ഇപ്പോൾ ഒരു ട്രേഡിൽ ഒരു ശത്രുതാപരമായി കണ്ടുകൊണ്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, ദോസ്തിയൊക്കെ വേറെ, ബിസിനസ് ഈസ് ബിസിനസ്. ട്രംപ് ഈസ് എ ബിസിനസ് മാൻ. ട്രംപിൻ്റെ ബിസിനസ് നടക്കണം. ട്രംപ് പറയുന്ന മാതിരി ഒന്നും അമേരിക്കക്കാർ ഗ്രേറ്റ് ഒന്നും ആകിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വില കൂടിയ സാധനങ്ങൾ മേടിക്കുക, ട്രേഡ് കുറയും. അതുപോലെ അമേരിക്കയിലെ ഉയർന്ന കൂലി വേതനത്തിൽ അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആര് പോകും? എവിടെയാണോ പ്രോഫിറ്റ് ധാരാളം കിട്ടുന്നത് അവിടെയാണ് ഇൻവെസ്റ്റ് നടത്തുക. അല്ലാതെ ട്രംപ് പറയുന്ന കേട്ടുകൊണ്ട് ആരെങ്കിലും പോയി പെട്ടെന്ന് അമേരിക്കയിൽ പോയി ബിസിനസ് നടത്തുക. അമേരിക്കയിൽ ആളില്ല, അതിനുള്ള ടെക്നിക്കൽ പവർ കുറവാണ്, ചീപ്പ് ലേബറിനെ കിട്ടുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ള
ലേബറൊക്കെ കിട്ടുന്ന ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ആപ്പിൾ മുതലായ ലോകോത്തര കമ്പനികളെല്ലാം ഒന്ന് കമ്പനി നടത്തുന്നത്. ഓക്കെ, അമേരിക്ക 3 ട്രില്യൺ 27 ട്രില്യൺ ഏതോ എക്കോണമിയാണ്, ഇന്ത്യ 3 ട്രില്യൺ ഒക്കെയുള്ള എക്കോണമിയാണ്. എങ്കിലും എല്ലാ രാജ്യങ്ങളും കൂടെ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ മലയും ചുമക്കാമെന്ന് പറയുന്ന മാതിരി ഇന്ത്യ, റഷ്യ, ചൈന, യൂറോപ്പ് കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ട്രംപ് തോറ്റ് സുലു പറയുകയുള്ളൂ. അതിൽ ട്രംപിൻ്റെ ഈ നയം മൂലം അമേരിക്കയിൽ തന്നെ ഇപ്പോൾ ധാരാളം തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ആളുകൾ ഭീതിയിലാണ്, സാധനങ്ങൾക്ക് വില കയറുന്നു, പാവങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഈ മുതലാളിത്ത കൊണ്ടുള്ള ട്രംപിൻ്റെ മുതലാളിത്ത ഭരണം അവിടെ അമേരിക്കക്കാരെ തന്നെ ഇപ്പം നിസ്സാരപ്പെടുത്തുന്നത്. ഈ ലോകം എല്ലാവർക്കും വേണ്ടിയതാണ്, ഞങ്ങൾ അമേരിക്കക്കാർ മാത്രം മതി, വേറുള്ളവർ വരണ്ട, അവരെ മനുഷ്യരെ കണക്കാക്കുന്നില്ല, മനുഷ്യാവകാശ നിയമങ്ങൾ മാനിക്കുന്നില്ല, UN മാനിക്കുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം സെൽഫിഷ്നെസ് ആൻഡ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ലോകം മുഴുവൻ നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നു, ഞാൻ യുക്രൈൻ റഷ്യ വാർ നിർത്തി നോബൽ സമ്മാനത്തിന് അർഹനാവും, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനുമുള്ള വാർ ഞാനാണ് നിർത്തിയെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ എവിടെയൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളൊക്കെ തമ്മിൽ നിർത്തി എനിക്ക് നോബൽ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുക എന്ന് നമുക്കൊന്നൊരു പ്രശ്നമില്ല, ആർക്കെങ്കിലും കിട്ടട്ടെ. മഹാത്മാഗാന്ധിക്ക് നോബൽ സമ്മാനം കൊടുത്തിട്ടില്ല, പിന്നെയാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. ഒരു ബ്രിട്ടീഷ് മഹാരാജ്യം മഹാത്മാഗാന്ധി പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടി ഇട്ടിട്ട് ഓടുക തന്നെ ചെയ്തവർ. അവർ പട്ടാളം കൊണ്ടൊക്കെ ഓടുക ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം അവിടുത്തെ പട്ടാളക്കാരെല്ലാം കൊന്നെടുക്കും. അത് പേടിച്ച് ഒരു നിവൃത്തിയില്ലാതെ ചന്നം ഭിന്നമാക്കി കൊള്ളയടിച്ച് നിർത്തി അവർ ഇട്ട് ഓടുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തവും മഹാത്മാഗാന്ധിയുടെ ജയിൽ നിറക്കൽ സിദ്ധാന്തവും ഗെറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ഒക്കെ കൊണ്ട് നിവൃത്തിയിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാർ. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, അങ്ങനെ സഹനശക്തിയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും ഇന്ത്യ വേറെ മാർക്കറ്റ് കണ്ടെത്തും. യൂറോപ്പ് ഇപ്പോൾ ഓൾറെഡി കണ്ടെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. യൂറോപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ബ്രിക്സിൽ ജോയിൻ ചെയ്തത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്ക ഞാൻ പോലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു അവസരവാദപരമായി പെരുമാറിയാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ നടക്കുന്ന ഒരു വാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ കൂടെ, നെഗോസിയേഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തൻ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു അടിക്കും, രണ്ടുപേർക്കും അടി പറ്റും, രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നെഗോസിയേഷനിലും കൂടെ ഒത്തുതീർപ്പിൽ നീങ്ങുകയാണ് വരുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായ ആയുധങ്ങൾ, അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇന്ത്യക്ക് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാർഷിക സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ അമേരിക്കനെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പ്രധാന കാര്യം, അവരുടെ ജനറിക് മെഡിസിൻസ് എല്ലാം ഒരുപാട് ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഈ ജനറിക് മെഡിസിൻ എല്ലാം വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കക്കാർ എന്ത് ചെയ്യും? അവിടെ മെഡിസിൻ മേടിക്കാതെ എന്തായാലും പറ്റില്ലല്ലോ, ആളുകൾ മേടിക്കണം. ഇതൊക്കെ ട്രംപിനെ തിരിഞ്ഞടിക്കും. ഇപ്പോൾ ലോകത്തെ നേതാക്കൾ നെതന്യാഹു ഇന്ത്യയുടെ ഫ്രണ്ടാണ്, ഇന്ത്യ ഇസ്രായേലും കൂടി യോജിച്ചു പോകുന്ന സമയമാണ്. ഇതിനൊരു നയതന്ത്രത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുമായിട്ട് ഇടപെട്ട് അത് ലോക വ്യാപാരത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായതുകൊണ്ട് നയതന്ത്രത്തിൽ കൂടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും, രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം. കൂടാതെ ഇന്ത്യ, റഷ്യ, ചൈന, യൂറോപ്പ് ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ഇത് ട്രംപിന് തിരിച്ചടിക്കും. അത് കാരണം ഇത് ഒരു നയതന്ത്രത്തിൽ കൂടെ ഒരു പരിഹാരം കണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു വസ്തുതയായി തീരട്ടെ എന്ന് നമുക്ക് കരുതാം. സുഹൃത്തുക്കളെ, മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്. താങ്ക് യു. ഔട്ട്.